വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവപുത്രൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 1-ാം 5-6 വാക്യങ്ങൾ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വളർത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അന്ധനായ ബർത്തിമായി തിമായുടെ മകനായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ ചിലർ ആദാമിന്റെ മക്കളാണ്, ചിലർ ക്രിസ്തുവിന്റെ മക്കളാണ്. ആദാമിന്റെ സ്വഭാവം നമ്മെ പാപത്തിന് അടിമകളാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുകയും നമ്മെ കഴുകി ശുദ്ധീകരിക്കുകയും നീതിയുള്ളവരും വിശുദ്ധരുമാക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു ആദാമിന്റെ വംശത്തിൽ നിന്ന് വന്നതിനാൽ അവൻ മനുഷ്യപുത്രനാണ്. അവൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതിനാൽ അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നെങ്കിലും മുഴുവൻ മനുഷ്യരാശിയുടെയും പാപങ്ങളും അകൃത്യങ്ങളും ക്രൂശിൽ വഹിക്കാൻ അവൻ ആത്മാവിന്റെ ദൈവപുത്രനാണ്. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ 2 കാര്യങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നു: മാംസവും ദൈവത്തിന്റെ ആത്മാവും. ജഡീക മനസ്സുകൾ മരണത്തിലേക്ക് നയിക്കുന്നു. ജഡീകമായി ചിന്തിക്കുന്നത് മരണമാണ്, എന്നാൽ ആത്മീയമായി ചിന്തിക്കുന്നത് ജീവനും സമാധാനവുമാണ്. കാരണം ജഡീക മനസ്സ് ദൈവത്തോടുള്ള ശത്രുതയാണ്. കാരണം അത് ദൈവത്തിന്റെ നിയമത്തിന് വിധേയമല്ല. തീർച്ചയായും അത് സാധ്യമല്ല എന്ന് റോമർ 8-ാം 6-7 വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ജഡത്തെ അടിച്ചമർത്തുന്നുവോ, ആത്മാവിന് പ്രാധാന്യം നൽകുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നുവോ, അത്രയധികം നിങ്ങൾ ദൈവമക്കളായി മാറും. കർത്താവ് നിങ്ങളിൽ സന്തോഷിക്കുകയും ചെയ്യും. നിങ്ങളൊരു ദൈവമക്കളായിരിക്കുമ്പോൾ തിരുവെഴുത്ത് നിങ്ങൾക്ക് വലിയ സന്തോഷത്തിന്റെ ഉറവിടമായി മാറും. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാൻ നിങ്ങൾ ആവേശഭരിതരാകും. ദൈവമക്കളോടൊപ്പം ആശയവിനിമയം നടത്താനും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ഉത്സാഹം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിലെ സ്വർഗത്തിന്റെ സന്തോഷം ലഭിക്കും. ഒരു വ്യക്തി കാൽവറി ക്രൂശിന്റെ അടുത്ത് വന്ന് യേശുക്രിസ്തുവിനെ തന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ശിശുവാകുന്നു. അവന്റെ ഉള്ളും നന്നായി കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. ആ അവസ്ഥയിൽ ഒരു മകനായി പിതാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. തിരുവെഴുത്ത് പറയുന്നു, അങ്ങനെയെങ്കിൽ ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നന്മ നൽകുമെന്ന്. ഇത് മത്തായി 7-ാം 11-ാം വാക്യത്തിലും. അപ്പോൾ ദുഷ്ടനായിരിക്കെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ എങ്ങനെ നൽകണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്ന് ലൂക്കോസ് 11-ാം 13-ാം വാക്യത്തിലും പറയപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾ മക്കളായതിനാൽ അബ്ബാ പിതാവേ എന്ന് നിലവിളിച്ചുകൊണ്ട് ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ഇത് ഗലാത്യർ 4-ാം 6-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 7-ാം 38-ാം വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 120, 121, 122 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 9-ാം അധ്യായം. ആമേൻ.